എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 21 22 അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, സാറ തനിക്ക് പ്രസവിച്ച മകന് അബ്രഹാം എന്ത് പേരിട്ടു? ഉത്തരം ഇസ്ഹാക്ക്. 21 അധ്യായം 3 വാക്യം. ചോദ്യം 2, അബ്രഹാം ഇസ്ഹാക്കിന് എത്രാം ദിവസം പരിച്ഛേദന കഴിച്ചു? ഉത്തരം 8-ാം ദിവസം. 21 അധ്യായം 4 വാക്യം. ചോദ്യം 3, ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 100 വയസ്സ്. 21 അധ്യായം 5 വാക്യം. ചോദ്യം 4, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് പറഞ്ഞതാര്? ഉത്തരം സാറ. 21 അധ്യായം 6 വാക്യം. ചോദ്യം 5, അബ്രഹാമിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നതാര്? ഉത്തരം ഇസ്ഹാക്കിൽ നിന്നുള്ളവർ. 21 അധ്യായം 12 വാക്യം. ചോദ്യം 6, അബ്രഹാം ഹാഗാരിനെ തൻ്റെ ഭവനത്തിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ അവൾക്ക് എന്ത് നൽകി അയച്ചു? ഉത്തരം അപ്പവും ഒരു തുരുത്തി വെള്ളവും. 21 അധ്യായം 14 വാക്യം. ചോദ്യം 7, ഹാഗാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ടു പോയി എവിടെ ഉഴന്നു നടന്നു? ഉത്തരം ബേർശേബ മരുഭൂമിയിൽ. 21 അധ്യായം 14 വാക്യം. ചോദ്യം 8, ഹാഗാരിൻ്റെ മകൻ വളർന്നപ്പോൾ ആരായി തീർന്നു? ഉത്തരം വില്ലാളി. 21 അധ്യായം 20 വാക്യം. ചോദ്യം 9, ഹാഗാരിൻ്റെ മകൻ പാർത്തതെവിടെ? ഉത്തരം പാരാൻ മരുഭൂമിയിൽ. 21 അധ്യായം 20 വാക്യം. ചോദ്യം 10, ഹാഗാർ തൻ്റെ മകന് ഭാര്യയെ കൊണ്ടുവന്നത് ഏത് ദേശത്തു നിന്ന്? ഉത്തരം മിസ്രയീം ദേശത്തു നിന്ന്. 21 അധ്യായം 21 വാക്യം. ചോദ്യം 11, അബീമേലെക്കിൻ്റെ സേനാപതി ആര്? ഉത്തരം പീക്കോൽ. 21 അധ്യായം 22 വാക്യം. ചോദ്യം 12, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് അബ്രഹാമിനോട് പറഞ്ഞതാര്? ഉത്തരം അബീമേലെക്കും പീക്കോലും. 21 അധ്യായം 22 വാക്യം. ചോദ്യം 13, അബ്രഹാം അബീമേലെക്കിനെ ഫൽസിച്ചു പറഞ്ഞത് എന്തു നിമിത്തം? ഉത്തരം അബീമേലെക്കിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം. 21 അധ്യായം 25 വാക്യം. ചോദ്യം 14, കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി അബ്രഹാം അബീമേലെക്കിന് എത്ര പെണ്ണാട്ടുകുട്ടികളെ നൽകി? ഉത്തരം 7 പെണ്ണാട്ടുകുട്ടികളെ. 21 അധ്യായം 30 വാക്യം. ചോദ്യം 15, അബ്രഹാമും അബീമേലെക്കും തമ്മിൽ സത്യം ചെയ്ത സ്ഥലത്തിന് അബ്രഹാം നൽകിയ പേരെന്ത്? ഉത്തരം ബേർശേബ. 21 അധ്യായം 31 വാക്യം. ചോദ്യം 16, അബ്രഹാം ബേർശേബയിൽ നട്ട വൃക്ഷമേത്? ഉത്തരം പിജുലവൃക്ഷം. 21 അധ്യായം 33 വാക്യം. ചോദ്യം 17, ഇസ്ഹാക്കിനെ ഏത് ദേശത്ത് വെച്ച് ഹോമയാഗം കഴിക്കുവാനാണ് യഹോവ കൽപ്പിച്ചത്? ഉത്തരം മോരിയ ദേശത്ത്. 22 അധ്യായം 2 വാക്യം. ചോദ്യം 18, യാഗം കഴിക്കുന്നതിനായി അബ്രഹാമിനോട് കൂടെ എത്ര ബാല്യക്കാർ പോയി? ഉത്തരം 2. 22 അധ്യായം 3 വാക്യം. ചോദ്യം 19, അബ്രഹാം യാഗം കഴിക്കുവാനുള്ള സ്ഥലത്ത് എത്രാം ദിവസം എത്തി? ഉത്തരം 3-ാം ദിവസം. 22 അധ്യായം 4-5 വാക്യങ്ങൾ. ചോദ്യം 20, അബ്രഹാം തൻ്റെ മകനു പകരം എന്തിനെ ഹോമയാഗം കഴിച്ചു? ഉത്തരം ആട്ടുകൊറ്റനെ. 22 അധ്യായം 13 വാക്യം. ചോദ്യം 21, തൻ്റെ മകന് പകരം ആട്ടുകൊറ്റനെ ഹോമയാഗം കഴിച്ച സ്ഥലത്തിന് അബ്രഹാം എന്തു പേരിട്ടു? യഹോവ ഇരേ. 22 അധ്യായം 13-14 വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.